എന്താണ് ഓൺലൈൻ മീഡിയ എടുക്കരുത് എന്ന് എഴുതുന്നത്? ഈ ചോദ്യം കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഈ അടുത്ത കാലത്തും എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലെടുത്തിരുന്നു. അവരത് നല്ല ഭംഗിയായി വൃത്തിയായിട്ട് ചെയ്തൊരു കാര്യം വേറൊരു വ്യക്തി അതിൻ്റെ ചെറിയ ഒരു ഭാഗം എടുത്തിട്ട് അതിനെ ഞാൻ ഉദ്ദേശിക്കാത്ത തലത്തിൽ എടുത്തിട്ട് വൈറലാക്കി. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസ് ആസ് യൂഷ്വൽ സ്ത്രീകളുടെ തന്നെയാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു സ്ത്രീയെ തേജോവധം ചെയ്യാൻ കിട്ടുന്ന അവസരം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്. അപ്പം എനിക്ക് വയ്യ. ഞാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ്. ഞാൻ സൈക്കോളജിസ്റ്റാണ്. പക്ഷേ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ, ഫുൾ ടൈം പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളുമല്ല, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഓൺലൈൻ മീഡിയ എടുക്കരുതെന്ന് പറഞ്ഞത്. ആ പോർഷൻ തന്നെ എന്താണെന്ന് വെച്ചാൽ പുരുഷൻ മാത്രമല്ല വേട്ടക്കാരൻ, സ്ത്രീകൾ എത്രയോ പേര് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പെടുന്നുണ്ട്. അവർ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കൊണ്ടുപോകുന്നവരുണ്ട്. യാതൊരു കുറ്റബോധവും ഇല്ലാതെ സന്തോഷത്തോടെ അവരത് കൊണ്ടുപോകുന്നു. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ അത് വന്നപ്പോഴത്തേക്കും അത് മാത്രമായിട്ടാണ് വന്നത്. ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ കേസുകളാണ് ഞങ്ങളെപ്പോലെയുള്ളവരുടെ അടുത്ത് കൂടുതലും വരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, എസ്പെഷ്യലി ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളോട് ഞാൻ പറയാറുണ്ട്, ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളടുത്ത് വരുന്നവർ എപ്പോഴും മനസ്സുകൊണ്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സ്നേഹിച്ച് വരുന്നവരാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഒരവസ്ഥ അതാണ്. ആ തെറ്റിദ്ധാരണ ഉണ്ടാവുകയും പിന്നീട് അതല്ല, അവർക്ക് മടുക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യുമ്പോഴാണ് കൂടുതലും കേസസ് എൻ്റെ അടുത്ത് സ്ത്രീകൾ വരുന്നത്. അപ്പോൾ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഏതൊരു സിനിമയിലെ ഡയലോഗ് എനിക്ക് ഓർമ്മ വരും, നിനക്കെന്ത് സുഖമാണ്, ആരും ഇല്ലല്ലോ, എപ്പോഴും അതല്ലേ നിൻ്റെ മുഖത്ത് എപ്പോഴും ചിരി. അപ്പം മറുവശത്ത് നിൽക്കുന്ന ആൾ കഥാപാത്രം പറയുന്നുണ്ട്, എന്താണ്, ചുമരിനോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഊഹിക്കാൻ പറ്റുമോ? അതൊരു വല്ലാത്തൊരവസ്ഥയാണെന്ന്. ഈ ഒറ്റപ്പെടലെന്ന് പറയുമ്പോൾ അതിനകത്തിൽ എപ്പോഴും നമ്മളങ്ങ് ഹാപ്പിയൊന്നും ആയിരിക്കില്ല. ചില നേരങ്ങളുണ്ടാവും മനുഷ്യന്. അപ്പം ആ ഒരു നേരമായിരിക്കും ഒരു കച്ചിത്തുരുമ്പ് കാണുമ്പോൾ നമ്മളതിൽ കയറി പിടിക്കുന്നത്. അപ്പം സ്ത്രീ എന്നാൽ ഭോഗിക്കാൻ മാത്രമുള്ളൊരു വസ്തുവാണ് ഇന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരല്ല ഭൂരിപക്ഷം. എല്ലാ പുരുഷന്മാരും വേട്ടക്കാരല്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചില നേരങ്ങളിൽ ഈ ഒറ്റപ്പെടൽ നിൽക്കുമ്പോൾ വരുന്നവർ അതിന് വേണ്ടിയിട്ടായിരിക്കും. അവർ മനസ്സ് ആർക്ക് വേണം? ആർക്കാ വേണ്ട മനസ്സ്? പിന്നെ അവരുടെ ഒരു കാസനോവ പോലെ, കാസനോവ കേട്ടിട്ടില്ലേ? ഒരുപാട് സ്ത്രീകളെ ആകർഷിപ്പിച്ച് അങ്ങനെയുള്ളവരുടെ ഒരു ലോകം കൂടിയാണിത്. എല്ലാ പുരുഷന്മാരും വേട്ടക്കാരല്ല, പക്ഷെ എല്ലാ പുരുഷന്മാരും വേട്ടക്കാരുമല്ല, എല്ലാ സ്ത്രീകളും ഇരകളുമല്ല. എന്നാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതാണ്. ഞാൻ പറയുന്നത് 24 മണിക്കൂർ നമുക്കുണ്ട്. ആ 24 മണിക്കൂർ നമ്മൾ ഈ കിട്ടാത്ത കാര്യത്തിന് പുറകെ നടക്കാതെ, സ്നേഹത്തിന് വേണ്ടി ഭിക്ഷയാചിച്ച് നടക്കാതെ, പ്രണയത്തിന് വേണ്ടി ഭിക്ഷയാചിച്ച് നടക്കാതെ ഒരു തൊഴിലിലോട്ട് നമ്മുടെ മനസ്സ് ഇറങ്ങിയാൽ, തൊഴിലിലോട്ട് കമ്മിറ്റഡ് ആയാൽ, തൊഴിൽ ചതിക്കില്ല. കർമ്മമാണ് ഈശ്വരൻ എന്നല്ലേ, അത് ചതിക്കില്ല. നമുക്ക് ഇരട്ടി പലിശ സഹിതം നമുക്ക് കിട്ടും. പക്ഷെ ഒരു കിട്ടാത്ത ഒരു സ്നേഹത്തിന് വേണ്ടി അലഞ്ഞ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും ഒന്ന് കരയാൻ പോലും ആവാതെ നെഞ്ചത്തടക്കി പിടിച്ച് വെച്ചിരിക്കുന്ന വിങ്ങലും, അതിന് എത്ര കൗൺസിലിംഗ് കൊടുത്താലും അവനവൻ വിചാരിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല.